മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഘാഡിക്ക് തിരിച്ചടിയായത് മുന്നണിയിലെ ഉൾപോരെന്ന് ഉദ്ധവ് താക്കറെ. സീറ്റ് വിഭജന ചർച്ചകൾ വൈകിയതും പരാജയത്തിന് കാരണമായി. മുന്നണി വിജയത്തിനു വേണ്ടി ശ്രമിക്കുന്നതിന് പകരം ഓരോരുത്തരും സ്വന്തം വിജയത്തിനു വേണ്ടിയാണ് പ്രവർത്തിച്ചതെന്നും ഉദ്ധവ് താക്കറെ പറയുന്നു. പാർട്ടിയുടെ മുഖപത്രമായ സാമ്നയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഉദ്ധവ് താക്കറെ ഇക്കാര്യം തുറന്നടിച്ചത്. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. നന്ദൻ, ഇപ്പോഴാണോ ഉദ്ധവ് താക്കറേക്ക് നേരം വെളുക്കുന്നത്? ഈ ഇന്ത്യ സഖ്യത്തിനെതിരെ വലിയ വിമർശനമാണല്ലോ ഇദ്ദേഹം ഈ സാമ്ന മുഖപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നത്. ഗൗതം, ഇന്ത്യ സഖ്യം എല്ലാ തകർച്ചയിലേക്കും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പൂർണ്ണമായും പുറത്തു വരുന്നത്. ഏറ്റവും ഒടുവിലായിട്ട് ഈ മഹാവികാസ് അഘാഡിക്കെതിരെ സഖ്യത്തിലെ കക്ഷിയായിട്ടുള്ള ശിവസേന ഉദ്ധവ് വിഭാഗം തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. അതായത് മഹാരാഷ്ട്രയിൽ ഉണ്ടായ കനത്ത തിരിച്ചടി, കനത്ത തോൽവി, ഈ മഹാവികാസ് അഘാഡി ഒരു ഘട്ടത്തിൽ ആരോപണം ഉയർത്തിയിരുന്നത് BJP വോട്ടിൽ കൃത്രിമം നടത്തിയെന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ ഉദ്ധവ് താക്കറെ തന്നെ വ്യക്തമാക്കുന്നുണ്ട്, അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നുമല്ല. ഈ ഇന്ത്യ സഖ്യത്തിലുള്ള അനൈക്യം തന്നെയാണ് പരാജയത്തിന് കൃത്യമായ കാരണമെന്നുള്ളതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. സഖ്യം എന്ന നിലയിൽ പ്രവർത്തിച്ചിട്ടില്ല, മറിച്ച് ഓരോരുത്തരും അവരവരുടെ വിജയത്തിനായി മാത്രം പ്രവർത്തിച്ചു എന്നുള്ളതാണ് പ്രധാനമായും ശിവസേന ഉദ്ധവ് വിഭാഗം സൂചിപ്പിക്കുന്നത്. അതായത് പ്രത്യേകിച്ച് മുന്നണിയുടെ വിജയത്തിനായി വേണ്ടി ആരും തന്നെ പ്രയത്നിച്ചില്ല. കോൺഗ്രസ് അടക്കം അവരുടേതായിട്ടുള്ള വിജയത്തിന് വേണ്ടി മാത്രമാണ് പ്രവർത്തിച്ചതെന്നുള്ളതാണ് സൂചിക്കപ്പെടുന്നത്. മാത്രമല്ല, ശരത് പവാർ വിഭാഗം നേരത്തെയും സമാനമായ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിരന്തരം ഇത്തരത്തിൽ ഇന്ത്യ സഖ്യത്തിനെതിരെ CPM-ഉം CPI-യും ഒക്കെ തന്നെ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. സമാനമായ ഒരു വിമർശനം CPI-യുടെ ഭാഗത്തുനിന്നും D രാജയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇത്തരത്തിൽ വിലപേശൽ, സീറ്റ് വിഭജനത്തിൽ പോലും വലിയ വിലപേശലുകൾ നടക്കുന്നു. ഏത് ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണോ ഇന്ത്യ സഖ്യം സ്ഥാപിതമായത്, ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ വേണ്ടി പല ഘടകങ്ങളാണ് തടസ്സമെന്നുള്ളതാണ് D രാജ ചൂണ്ടിക്കാണിച്ചത്. കഴിഞ്ഞ ദിവസം CPM-യുടെ ജനറൽ സെക്രട്ടറി MA ബേബിയും സമാനമായ രീതിയിൽ കോൺഗ്രസിനെ ശക്തമായ രീതിയിൽ വിമർശിച്ചിരുന്നു. പറയേണ്ട സമയത്ത് അല്ലെങ്കിൽ പറയേണ്ട സാഹചര്യത്തിലല്ല പലപ്പോഴും കോൺഗ്രസ് പല രീതിയിൽ സഖ്യത്തിലുള്ള കക്ഷികൾക്കെതിരെ വിമർശനം ഉയർത്തുന്നതായിരുന്നു CPM-ന്റെ. ഇന്ത്യ സഖ്യത്തിൽ രൂക്ഷമായ പ്രതിസന്ധി ഉടലെടുക്കുകയാണ്. ഉദ്ധവ് താക്കറെ ഇപ്പോൾ ശിവസേനയുടെ മുഖപത്രമായ സാമ്നയിൽ നടത്തിയിട്ടുള്ള ഒരു പരാമർശം എന്നത് കഴിഞ്ഞ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് കാരണം ഇന്ത്യ മുന്നണിക്കകത്തെ അഭിപ്രായ ഭിന്നതയാണ്. ഓരോ നേതാക്കളും സ്വന്തം നിലയിൽ പ്രവർത്തിച്ചു, മുന്നണി മറന്നുകൊണ്ട് പ്രവർത്തിച്ചു എന്ന വിലയിരുത്തലാണ് ഉദ്ധവ് താക്കറെ നടത്തുന്നത്. നമുക്കറിയാം, അടുത്ത കാലത്ത് ഉദ്ധവ് താക്കറെ രാജ് താക്കറെയുമായൊക്കെ കൂടിക്കാഴ്ചയും ചർച്ചയും ഒക്കെ നടത്തിയതാണ്. ഒരുപക്ഷെ ഇപ്പോൾ തൻ്റെ നിലപാടുകൾ തെറ്റാണെന്ന് മനസ്സിലാക്കി ഒരുപക്ഷെ ഹിന്ദുത്വത്തിൻ്റെയൊക്കെ പാതയിലേക്ക് വീണ്ടും ഉദ്ധവ് താക്കറെ വരുന്നു എന്നതിൻ്റെ സൂചനയാകാം ഒരുപക്ഷെ ഈ അഭിമുഖത്തിലൂടെ സാമ്ന മുഖപത്രവും ഉദ്ധവും നൽകുന്നത്. ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് എസ് നന്ദഗോപൻ.